മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ശിവാങ് ഉണ്ട്. ബ്രോ സുഖാണ്? അവിടെ സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ, കഴിഞ്ഞ മാച്ച് എൻ്റെ പൊന്നോ, നിങ്ങൾ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം റയലിനെതിരെ തോറ്റതിന് ശേഷം ഇപ്പോൾ സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു ബൗൺസ് ബാക്ക് വരുമോ, അല്ലെങ്കിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ നിങ്ങൾ അവരെ പൂട്ടി എന്ന് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? വെരി ഗുഡ്, ഫ്ലോലെസ് പെർഫോമൻസ് ആണ്. ഞാൻ ഒട്ടും ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. സിറ്റി നല്ല കളിയായിരുന്നു. സിറ്റി നല്ലോണം ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് നമ്മള് നല്ല രീതിക്ക് അവരെങ്കിൽ ലോക്ക് ചെയ്ത് കളഞ്ഞു. അത് എസ്പെഷ്യലി ആ വില ഗെയിമിനും എവർട്ടൺ ഗെയിമിനും ശേഷം ഞാൻ ശരിക്കും പറഞ്ഞ ഇത് പ്രതീക്ഷിച്ചില്ല ലിവർപൂളിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലോലെസ് ആയിരുന്നു, അബ്സല്യൂട്ട്ലി ഫ്ലോലെസ്. എനിക്ക് തോന്നുന്നു ട്രെൻഡിന്റെ ആ ഒരു ഡോക്കുമായിട്ടുള്ള ഇത് അത് മാത്രം എനിക്ക് ഫ്യൂച്ചറിലേക്ക് എസ്പെഷ്യലി PSG ഗെയിമിലോട്ടൊക്കെ ടെൻഷനുള്ളൂ. അല്ലാണ്ട് നോക്കുമ്പോൾ ഫ്ലോലെസ് പെർഫോമൻസ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ബ്രോ, ഏതാണ്ട് കപ്പ് ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇനി ന്യൂകാസിലായിട്ട് ഒരു മത്സരമുണ്ട്, പിന്നെ എനിക്ക് വരുന്ന സൗത്ത് ആംപ്ടൺ പോലുള്ള ടീമാണ്. സ്പേഴ്സായിട്ട് ഒരു കളി വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 8 പോയിന്റ് ഗ്യാപ്പിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആർസണൽ അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ? ഓൾമോസ്റ്റ് കൺഫേം ആയോ, അല്ലെങ്കിൽ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യണോ? എനിക്ക് തോന്നുന്നു ഒരു 6 കളിയും കൂടെ കഴിയുമ്പോൾ 5-6 കളി കഴിയുമ്പോൾ ഏകദേശം ഒരു ഉറപ്പ് വരും. എനിക്കിപ്പോഴും ഉറപ്പില്ല. കാര്യം ഇതിലും വലിയൊരു അടുത്തുള്ള മാർജിനിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് പരിചയമുണ്ട് ടീംസിന്. അപ്പോൾ ലിവർപൂൾ മാത്രമല്ല, പൊതുവെ ടീംസിന്. അപ്പം എനിക്ക് തോന്നുന്നത് സേഫ് സ്പോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, കാര്യം താഴെ സിറ്റി അല്ല, താഴെ ആർസണലാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സേഫ് സൈഡ്. കാര്യം അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി അത്യാവശ്യം നല്ല ഇഞ്ചുറീസ് ഉണ്ട്. അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും, അവരെന്തായാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളും ഡ്രോപ്പ് ചെയ്യാം, എനിക്കറിയില്ല. ലിവർപൂളും ഡ്രോപ്പ് ചെയ്യാം, എനിക്കറിയില്ല. അപ്പോൾ ന്യൂകാസിലായിട്ട് കളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ എവർട്ടണായിട്ട് കളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മെയ്യില് ഒരു റൺ ഓഫ് ഫിക്ചേഴ്സ് ഉണ്ട്. ബ്രൈറ്റൺ അവേ, ടോട്ടനം ഹോമില്, ആർസണൽ ഹോമില്, ചെൽസി അവേ. ഇങ്ങനത്തെ 4 ഫിക്ചേഴ്സ് ഉണ്ട് ആ സമയത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് ഈ ലീഡ് കീപ്പ് ചെയ്യാൻ പറ്റുകയാണ്. എനിക്ക് തോന്നുന്നു ആ മന്തിൽ അത്യാവശ്യം പ്രഷറിലാണ്ട് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ സേഫാണ്, ഇപ്പൊ കംപ്ലീറ്റ്ലി സേഫാണ്. ഇപ്പോ വേണമെങ്കിൽ കപ്പ് കയ്യിലാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഫുട്ബോൾ. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഫസ്റ്റ് ആയിരുന്നു ഈ സമയത്ത്. ഏപ്രില് യുണൈറ്റഡ് ആയിട്ട് ഡ്രോ വന്ന് അതിനുശേഷം പിന്നെ താഴത്തോട്ടാണ്, ഫുൾ താഴത്തോട്ടാണ്. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാര്യം ഇഞ്ചുറീസ് ഒന്നും ഇല്ല. അത്യാവശ്യം ജോ ഗോമസും ബ്രാഡ്ലി ഔട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ടീം അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് വൈബിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് UCL ക്യാമ്പയിൻ എന്താവുന്ന എനിക്കിപ്പോൾ ഒരു ഡൗട്ടിൽ വരും. PSG അത്യാവശ്യം ട്രിക്കി ഫിക്സറാണ്. അതെ, ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിക്കാൻ വരുന്നത്. കാരണം അവർ ഈ ജനുവരിയിൽ കുറച്ച് സൈനിങ്സ് ഒക്കെ കൊണ്ടുവന്നു. കോളോമുവാനി വന്നു, അവർ ഗോൾ അടിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വറിയിങ് ഫാക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലെഗിലൊക്കെ മറികടക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, PSG ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഞങ്ങൾക്ക് ലിവർപൂൾ ആസ് എ ക്ലബിന് ഒപ്പോണൻസ് എന്നുള്ള രീതിയിൽ പ്രശ്നം അവരുടെ വിങ്ങേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, അത് ഫുട്ബോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ലിവർപൂളിന് ഫേസ് ചെയ്യുമ്പോൾ. കാര്യം ബാർക്കോളയും ക്വാററ്റ്സ്കേലയും ഡെംബലയും ഇവരൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഡോക്കുമായിട്ട് ട്രെൻഡ് കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ബാർക്കോള ഡോക്കുവിനേക്കാളും ക്ലിനിക്കലാണ്, ബാർക്കോള ഡോക്കുവിനേക്കാളും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ്. അവിടെ ക്വാററ്റ്സ്കേലിയ കളിക്കും ലെഫ്റ്റിൽ. ക്വാററ്റ്സ്കേലിക്ക് മുമ്പ് ട്രെൻഡായിട്ട് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നാപ്പോളി വേഴ്സസ് ലിവർപൂൾ ഗെയിമിൽ UCL. അപ്പോൾ അങ്ങനെ കളിച്ച എക്സ്പീരിയൻസ്, കാര്യം സ്കിൻ ചെയ്ത് കളയും, ലൈവായിട്ട് സ്കിൻ ചെയ്ത് കളയും ക്വാററ്റ്സ്കേലിയൊക്കെ. അപ്പോൾ അങ്ങനത്തെ വിങ്ങേഴ്സിനൊക്കെ അഗേൻസ്റ്റ് ട്രെൻഡ് എന്ത് ചെയ്യും? ഏജ് ആയി വരുന്ന റോബർട്ട്സൺ ആണ്. റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള സിമിക്കാസ് ആണ്. അപ്പോൾ ബ്രാഡ്ലി ആണെങ്കിൽ ഇഞ്ചോർഡ് ആണ്. അപ്പോൾ ബ്രാഡ്ലിക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് എനിക്ക് ചെറിയ ടെൻഷൻ. ട്രിക്കി ഫിക്സറാണ്. ബീറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ PSG ബീറ്റബിൾ ആണ്. പക്ഷെ PSG നമ്മളെ ബീറ്റ് ചെയ്യാം, അതാണ് വേറൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ട്രിക്കി ഫിക്സറാണ്, ഭയങ്കര ട്രിക്കി ഫിക്സറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാലും നമുക്കൊരു എഡ്ജ് ഉണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, മോ സലീനെ പറ്റിയിട്ട് ഒന്ന് പറയണം ബ്രോ. പുള്ളി ഈ പ്രാവശ്യം റെക്കോർഡ് ഇടുമെന്നുള്ളതാണ് ഏറ്റവും ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം. കാരണം ഇപ്പോൾ ഗോൾസിൻ്റെ അസിസ്റ്റ് 25 ഗോൾസായി, അതുപോലെ തന്നെ അസിസ്റ്റ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു 11 മത്സരത്തിൽ ഒരു 10-15 ഗോൾസ് അസിസ്റ്റും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റെക്കോർഡിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. കാരണം പുള്ളി എല്ലാ മാച്ചിലും ഒന്നുകിൽ അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൾ അടിക്കുന്നുണ്ട്. എന്താണ് ബ്രോ കഴിഞ്ഞ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? ഞാൻ അറിയില്ല, അത് ഇപ്പൊ യൂഷ്വൽ ആയിപ്പോയി. കാര്യം ഇതുവരെ കണ്ട സലേനല്ലേ ഈ വർഷം കാണുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അതും
നമ്മൾ ശരിക്കും പറഞ്ഞ ഏജ് കുറഞ്ഞ പ്ലേയേഴ്സാണ് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. സത്യം ഇത് ശരിക്കും പറഞ്ഞാൽ റൊണാൾഡോ മെസ്സി ലെവൽസിലോട്ട് പോയി തുടങ്ങി ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റ് വെച്ച്. കാര്യം ഈ സീസൺ എൻഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഇതേപോലെയാണെങ്കിൽ 100 നമ്പേഴ്സാണ്. ഇപ്പൊ തന്നെ 50 ഗോൾസ് അസിസ്റ്റ് ആയി. ഇനി കോമ്പറ്റീഷൻസ് ഉണ്ട്. കറബോ കപ്പ് ഫൈനൽ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് UCL എത്രത്തോളം പോകുന്ന അറിയില്ല. UCL കിടപ്പുണ്ട്. പ്രീമിയർ ലീഗ് ഇനിയും 11 ഗെയിം കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ക്യാമ്പയിൻസ് കിടക്കുമ്പോൾ എത്രത്തോളം ഗോൾ കോൺട്രിബ്യൂഷൻ പോകും എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് കൂടും. മോണിമെന്റൽ സീസൺ ആണ്. ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞ ഞാൻ ആസ് എ ലിവർപൂൾ ഫാൻ ഇത് യൂസ്ഡ് ആണ്. പക്ഷെ ഈ ഒരു വോളിയത്തിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ 17-18 സീസൺ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊന്ന് അതും ഡിസിസീവ് 100% ഡിസിസീവ് ആണ് എല്ലാ ഗെയിമിലും. 70% ഗോൾ ഔട്ട്പുട്ട് ലിവർപൂളിന് സാലയുടെ അടുത്തുനിന്നാണ്. അപ്പോൾ അത് സാല ഇല്ലെങ്കിൽ ഞങ്ങൾ ബോട്ടം ഹാഫിലാണ് ടേബിളിന്റെ. അതാണ് കാര്യം. അപ്പോ കാര്യം വേറെ ആരും കളിക്കുന്നില്ല, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. അത് ഒരു മോശം സൈഡാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ. കാര്യം സല ഇല്ലെങ്കിൽ ഈ ടീം എവിടെ ഇരിക്കുന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ ഇപ്പൊ അത് ടീം ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സല ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നത് അത് വലിയ ചോദ്യമല്ല. പക്ഷെ സ്റ്റിൽ ഹീസ് അണ്ടർ റേറ്റഡ്, ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഇപ്പോഴും ആൾക്കാർക്ക് സലേനെ പറ്റി നല്ലത് പറയാൻ മടിയാണ്. അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വളരെ വളരെ കുറവാണ് നല്ലത് പറയുന്നത്. അതായത് മോശം പറയുന്നല്ല, പക്ഷെ പ്രേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ആൾക്കാർക്ക്. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്കൊന്ന് ഹീസ് ബിൻ വെരി ഡിസിസീവ്. എനിക്കൊന്ന് ഈ എന്തെങ്കിലും ട്രോഫി, പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗ്, ഹോപ്പ്ഫുള്ളി കർബോ കപ്പ് എന്താടിച്ചാലും അതിന്റെ നമ്പർ 1 ഉത്തരവാദി സലയാണ്. അത് കഴിഞ്ഞേ സ്ലോട്ട് ഉള്ളൂ. അത് കാര്യം എനിക്കൊന്ന് ഏത് മാനേജർ അണ്ടറിലായാലും ഈ നമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഞാൻ മുമ്പ് ബ്രോഡ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ലോട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട് സലയ്ക്ക് റോള് കുറയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് അത് വിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വിങ്ങർ എന്നുള്ള രീതിയിൽ നിന്ന് പുള്ളി ഹീറ്റ് മാപ്പ് നോക്കി അറിയാം, പുള്ളി കൂടുതലും വിട്ട് കീപ്പ് ചെയ്യണം സല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അങ്ങനത്തെ ഒരു ലെവലിൽ നിന്ന് വരെ പുള്ളി ഗോൾ അസിസ്റ്റ് എല്ലാ കളിയും ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റ് മാത്രമല്ല, രണ്ടും ഉണ്ട്. അപ്പോ അതും ഡിസിസീവ് ഗോൾസ് അഗെയിൻസ്റ്റ് ബിഗ് ഒപ്പോണൻസ്, അത് ചെറിയൊരു കാര്യമല്ല, ഒട്ടും ചെറിയൊരു കാര്യമല്ല. അത് സ്പെഷ്യലി എനിക്കൊന്ന് പ്രീമിയർ ലീഗിൽ ഇതുവരെ ഓൾ ടൈം ഹിസ്റ്ററി തന്നെ ഏറ്റവും നല്ല സീസൺ ആവാനുള്ള സ്കോപ്പ് ഇപ്പോൾ ഓൾറെഡി ആയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 11 ഗെയിമും കൂടെ കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലോട്ടത് കൂടും. എനിക്കൊന്നത് നല്ലൊരു കാര്യമാണ്, നടക്കട്ടെ. അതെ, ഞാൻ സബോസ് ലൈനെ പറ്റിയിട്ട് ചോദിക്കണം. പുള്ളി എനിക്ക് തോന്നുന്നു വന്ന സമയത്ത് ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള റോൾ കൊടുക്കണം, കയറി കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഇപ്പം നമ്മളത് കാണുന്നുണ്ട്. പുള്ളി പല സമയത്തും അറ്റാക്കുള്ള സമയത്ത് സബോസ്ലൈ ആണ് പോസ്റ്റിലേക്ക് കയറി വന്നിട്ട് ഷോട്ട് എടുക്കാൻ നോക്കുന്നതും, അല്ലെങ്കിൽ ആ ടാപ്പിന് വേണ്ടി കാത്തു വെക്കുന്നതും, അല്ലെങ്കിൽ സെറ്റ് പീസിന് ബോൾ വരുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നതും. പുള്ളിക്ക് അവിടെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പുള്ളി എനിക്കൊന്ന് റൈറ്റ് വിങ്ങിൽ പോകുന്നതിന് പകരം ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ബോക്സ് കവർ ചെയ്യുന്നത് പുള്ളിയാണ്. അത് നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ടാർഗറ്റ് മാൻ ആയിട്ട് റൈറ്റ് വിങ്ങിൽ നിന്നൊക്കെ പാസ് വരുമ്പോൾ പുള്ളി കറക്റ്റ് ആയിട്ട് പൊസിഷനിലുണ്ട്, അല്ലെങ്കിൽ പുള്ളി ഷോട്ട് എടുക്കാൻ നോക്കുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അതെനിക്ക് തോന്നുന്നു പുള്ളിക്ക് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നല്ലൊരു ഫ്രീഡം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതാണ് റോൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർക്ക് ഹോസ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ സിറ്റി ഗെയിമിൽ ബ്രോ ശ്രദ്ധിച്ചോന്നറിയില്ല, സിറ്റി ഗെയിം ഫൈനൽ വിസിലടിച്ചപ്പോൾ സൊബോസ്ലൈ നിലത്ത് വീണു. കാര്യം അത്രയും വർക്ക് റേറ്റ് ഇടുന്നോണ്ടാണ്. അത്ര ഓട്ടമാണ്, ഫുൾ ടൈം ഓട്ടമാണ്. പുള്ളി സ്റ്റാറ്റിക് ആയിട്ട് ഒരു സമയത്ത് നിൽക്കില്ല. പുള്ളി പ്രസ് ചെയ്യും, പുള്ളി റിക്കവറി നടത്തും, പുള്ളി റൺസ് നടത്തും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടാക്ടിക്കലി ഇത് നോക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചാണ്, അതായത് സലേനെ കൂടുതൽ ഗോളിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സലേനെ ഡിഫെൻസീവ്ലി ചീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ട് റൺസ് നടത്തുന്ന പ്രസ് ചെയ്യുന്നതൊക്കെ സൊബോസ്ലയാണ്. അപ്പൊ സലയുടെ ഡിഫെൻസീവ് ഡ്യൂട്ടിയും പുള്ളി തന്നെ ചെയ്യുന്നു, സൊബോസ്ലയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പരിധി, എന്നാലും സല നല്ലോണം ട്രാക്ക് ബാക്ക് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നത് എത്ര പണിയാണ് എടുക്കുന്നത്. കാര്യം സൊബോസ്ല ഇല്ലാത്ത കളികൾ നമ്മൾ ഡ്രോ ആയിട്ടേ ഉള്ളൂ. സൊബോസ്ലയെ കളിക്കാം, ന്യൂകാസിലായിട്ട് ഡ്രോ ആയി, ഫുള്ളമായിട്ട് ഡ്രോ ആയി. ഇപ്പൊ ഡ്രോ ആയ കളികളിലൊക്കെ സൊബോസ്ലയെ കളിച്ചിട്ടില്ല. അപ്പോ യുണൈറ്റഡ് ആയിട്ട് ഡ്രോ ആയി, ആ കളികളിലൊന്നും സൊബോസ്ലയെ കളിച്ചിട്ടില്ല. അപ്പോ സൊബോസ്ല ഈ ടീമിൽ ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള പ്ലെയർ ആണ്. ഇത്രയും വർക്ക് റേറ്റ് എന്ന് വെച്ചാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വർക്ക് റേറ്റ് ആണ് പുള്ളി എടുക്കുന്നത്. ആ ടീമിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് എടുക്കുന്ന പ്ലെയർ സൊബോസ്ലയാണ്. ആ ടീം ഫംഗ്ഷൻ ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം സൊബോസ്ലയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് പ്രസ് ചെയ്യുക, 4-4 പോകുമ്പോൾ ഒരു സ്ട്രൈക്കറിന്റെ കൂടെ ചെന്ന് പ്രസ് ചെയ്യുക. അപ്പൊ സ്ട്രൈക്കർ ശരിക്കും ഡിസ്ഫങ്ഷനിലാണ് ലിവർപൂൾ സ്ട്രൈക്കേഴ്സ് ഒരു പണിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഗോളും അടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ പ്രസ്സെങ്കിലും ഓർഗനൈസ് ചെയ്യുന്ന സൊബോസ്ലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം പറയുകയാണ് സൊബോസ്ലൈനെ 8 ആയിട്ടാണ് ക്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അതല്ല പുള്ളിയുടെ റോള്. പുള്ളി അറ്റാക്കിംഗ് ഏരിയാസിൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അത് ആ സലയായിട്ടുള്ള സിങ്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ് ഈ സീസണിൽ നമുക്ക്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ അവസാനത്തെ ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഡിഫൻസിനെ പറ്റിയിട്ടാണ്. എൻ്റെ പൊന്നോ, വാൻഡേക്ക് എത്ര കൂളായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. പുള്ളി ഒരു ടെൻഷനില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട്. ഞാൻ ഇത്രയ്ക്കും ഫ്രീ ആയിട്ട്, സാധാരണ നമ്മൾ ടെൻഷൻ ബോക്സിലേക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ ടെൻസ്ഡ് ആവും, കുറച്ച് മിസ്റ്റേക്ക് കാണിക്കും. പുള്ളി നിങ്ങൾ വന്നിട്ട് വന്നോ, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ നല്ല രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു വളരെ എത്ര ക്രോസുകളാണ് ഈസി ആയിട്ട് പുള്ളി ക്ലിയർ ചെയ്ത് കളഞ്ഞ്. അത് വേറെ ഏതെങ്കിലും ഡിഫൻഡർക്കാണ് ചിലപ്പോൾ അവിടെ മിസ്റ്റേക്ക് കാണിക്കും, ബൗൺസ് ബാക്ക് വരും, ചിലപ്പോൾ അത് ഗോളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ല, അത് വാൻഡൈക്ക് ഇത് സെയിം സലയുടെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. നമുക്കിത് കണ്ടിട്ട് യൂസ്ഡ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൈം വാൻഡൈക്കിനെക്കാളും വലിയൊരു ലെവൽസിലാണ് വാൻഡൈക്ക് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് സിസ്റ്റം വൈസ് പുള്ളി സേഫ് ആണ് ഇച്ചിരിയും കൂടെ. അതാണ് ഒന്നാമത്തെ കാര്യം. പുള്ളിക്ക് ഓപ്ഷൻസ് ഉണ്ട്, സൈഡിലായാലും ഫ്രണ്ടിലായാലും എല്ലാവരും നല്ലോണം കോംപ്ലിമെന്റ് ചെയ്ത് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, നല്ലൊരു സെന്റർ ബാക്ക് പാർട്ട്ണർ ഉണ്ട്, നല്ലൊരു കീപ്പർ ബാക്കിലുണ്ട്. പിന്നെ നമുക്കറിയാം പുള്ളിയുടെ ക്വാളിറ്റി നമുക്കറിയാം വാൻഡൈക്കിന്റെ. അത് പുള്ളി എപ്പോൾ അത് കാണിക്കും. പുള്ളി ഭയങ്കര ഫ്രീ ആണ്. ഞാൻ പറയാം, ബോൺമൗത്ത് ഗെയിമിൽ തന്നെ ഞാൻ ഒരു ഇൻസിഡന്റ് കണ്ടതാണ്. അതായത് പ്രസ് ചെയ്യണം ക്ലൈവേർട്ടും എനിക്ക് തോന്നുന്നത് ഔട്ടാറേയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ പുള്ളി കീപ്പറിന് നോലുക്ക് പാസ് ഒക്കെയാണ് ചെയ്തത്. അവര് നമ്മളൊക്കെ ചെയ്യാൻ നമ്മൾ നിലത്തെടുക്കും ബോളും കൊണ്ട് പ്ലെയർ പോകും. അപ്പൊ എനിക്ക് തോന്നുന്നത് അതാണ്, അത് ആ ഒരു ക്ലാസ് ആണ് ആ പ്ലെയറിന്റെ ക്വാളിറ്റിയാണ്. പുള്ളി ഓൺ ദ ബോൾ എനിക്ക് തോന്നുന്ന ഒരു മിഡ്ഫീൽഡറിനെക്കാളും സൗണ്ടാണ്. പുള്ളി ഫിസിക്കലി എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. എനിക്കൊന്ന് ഫിസിക്കലി പുള്ളിനെ ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്ട്രൈക്കറിനും, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് എക്സെപ്റ്റ് ഫോർ ഇസാക്ക്, എനിക്ക് തോന്നുന്നു ഇതുവരെ പ്രീമിയർ ലീഗിൽ ഒരു സ്ട്രൈക്കറും ടെസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പ്രീമിയർ ലീഗിൽ ഇതുവരെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ക്വാളിറ്റി സെന്റർ ബാക്ക് ആണ്, ഒരു ക്യാപ്റ്റൻ കൂടെയാണ്. പുള്ളി ലീഡർഷിപ്പ് നല്ലോണം പൊസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഗ്രാം ബാച്ചിനെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പുള്ളി ആസ് എ സെന്റർ ബാക്ക് നല്ലോണം കമാൻഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. വാൻഡൈക്കിന് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടാണ് പുള്ളി ഇപ്പൊ കളിക്കുന്നത്. പുള്ളിക്ക് ഒരു ടെൻഷൻ ഇല്ല, പുള്ളി ഭയങ്കര ഫ്രീ ആണ് പുള്ളി. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുള്ളിക്ക് കളി തോറ്റോണ്ടിരിക്കുമ്പോൾ പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് ടാക്ടിക്സിലുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയിലുള്ള തന്നെ വിശ്വാസമായിരിക്കാം. ഒരു ഒരു എറർ വരുത്തില്ല പുള്ളിയുടെ സെന്റർ ബാക്ക് ഡുവോ കൂടെ കളിക്കുന്ന പാർട്ട്ണർ ആണെങ്കിലും അതായത് കൊണാട്ട ആയിക്കോട്ടെ, ഒരു പരിധി വരെ ജോ ഗോമസ് ഫിറ്റ് ആയിരുന്നു, ജോ ഗോമസ് ആയിക്കോട്ടെ, അവരെയും പുള്ളി സേഫ്, അവരുടെ പണിയും പുള്ളി എടുക്കും. അപ്പൊ അതാണ് ഒരു സെന്റർ ബാക്കിന് വേണ്ട, ഒരു ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീസണിൽ സക്സസിന് എന്തെങ്കിലും ട്രോഫി, മേജർ ട്രോഫി, പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗ് ഹോപ്പ്ഫുള്ളി അത് അടിക്കുകയാണെങ്കിൽ അതിൽ സ്ലോട്ട് സലയും കഴിഞ്ഞ് ഓഫ്കോഴ്സ് അത് വാൻഡൈക്കിനും പിന്നെ ഒരു പരിധിവരെ ഞാനത് എൻഡോനും കൊടുക്കും. അത് നമുക്കറിയാം ഗെയിമിന്റെ എൻഡിൽ പുള്ളി എന്താണ് ചെയ്യുന്നത്. എൻഡോനും ഞാൻ കൊടുക്കും. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു ബ്രോ, ടേക്ക് കെയർ. ബൈ, ടേക്ക് കെയർ.